നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മളിന്ന് ചാനലിൽ വന്നിരിക്കുന്നത് ഒരു ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. ബ്ലോപങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ BTW PRO Plus എന്ന് പറയുന്ന ഏറ്റവും പുതിയ ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ് ആണ് നമ്മൾ ഇന്ന് ചാനലിൽ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലോപങ്കിൻ്റെ വേറെയും ധാരാളം പ്രോഡക്ട്സ് നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദിവാലി സ്പെഷ്യലായിട്ട് ഒരു ഗിവ് അവേ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്രോസസ്സെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഈ ബ്ലോപങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് 1924 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ജർമ്മൻ ബ്രാൻഡാണ്. ഒരുപാട് ക്വാളിറ്റി ഓഡിയോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇവരുടെ തന്നെ ധാരാളം ഓഡിയോ പ്രോഡക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. കാർ സ്റ്റീരിയോസ് മുതൽ ഓഡിയോ എക്യുപ്മെൻറ്റ്സ്, സൗണ്ട് ബാർസ്, അങ്ങനെയുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവരുടെ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് ആരംഭിക്കാം. ഇതാണ് നമ്മുടെ ബ്ലോപങ്കിൻ്റെ BTW PRO Plus എന്ന് പറയുന്ന ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസിൻ്റെ പാക്കേജിങ്. ഇവിടെ സൈഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1924 എന്ന് എഴുതിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്ലോപങ്ക് ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഗൂഗിൾ അല്ലെങ്കിൽ സിറി അസിസ്റ്റൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ മൈക്രോഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ക്വാൽകോം ആപ്റ്റെക്സ് കോഡക് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബോക്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലോപങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഒറിജിനൽ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ നൽകിയിട്ടുണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ ഇയർബഡ്സിൻ്റെ പടമാണ് നൽകിയിരിക്കുന്നത്. മുമ്പിൽ കേസും ഇയർബഡ്സും ഉണ്ടായിരുന്നു. ഇവിടെ ഇയർബഡ്സ് ആണുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. HD സൗണ്ട്, ഹൈ ബേസ്, ടച്ച് കൺട്രോൾസ്, ഓട്ടോ പെയറിംഗ്, ബ്ലൂടൂത്ത് 5.0, നോയ്സ് ക്യാൻസലേഷൻ, IPX7 സ്വെറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ്, പ്ലേ ടൈം വിത്ത് ചാർജിങ് കേസ് 36 hours. അപ്പോൾ ഇത്രയും ഹൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലും ഹൈലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ മൈക്രോഫോൺ, പിന്നെ IPX7 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉണ്ട്. ഗൂഗിൾ സിറി അസിസ്റ്റൻ്റ് എന്ന് എഴുതിയിരിക്കുന്നു. വേർഷൻ 5.0. അപ്പോൾ ഇത്രയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഹൈലൈറ്റ്സ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ പാക്കേജ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ MRP ആണ് എഴുതിയേക്കുന്നത്. നമ്മളിത് മേടിച്ചത് 6,999 രൂപയ്ക്കാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് ആരംഭിക്കാം. ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചതിലും ഇച്ചിരിയുടെ വലിയൊരു ബോക്സിലാണ് ഈ പ്രോഡക്റ്റ് വന്നത്. അപ്പോൾ സാധാരണ ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസിൻ്റെ ബോക്സ് വളരെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റാണ്. പക്ഷേ ഇത് അല്പം വലുതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഇത് പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. പക്ഷേ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബഡ്സ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ കേസ് കൂടെ പുറത്തെടുക്കാം. ഇത് ആക്ച്വലി നല്ല ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്ലോപങ്കിൻ്റെ BTW PRO Plus എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ക്യാരി കേസ്. അപ്പോൾ ഇത് ഓവറോൾ ഒരു നല്ല ഫിനിഷാണ്. പ്ലാസ്റ്റിക് ബോഡിയാണിത്. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഇയർബഡ്, റൈറ്റ് ഇയർബഡ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇയർബഡ് ഇതിലേക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സൈസ് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഇത്രയും സൈസേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെയാണ് മൈക്രോ USB പോർട്ട് വരുന്നത്. ഇത് കൂടാതെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഇയർബഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സൈസുള്ളൊരു ഇയർബഡ്സ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിന്. പിന്നെ ഇവിടെ ബ്ലോപങ്കിൻ്റെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിലാണ് നിങ്ങളുടെ ടച്ച് കൺട്രോൾസ് വരുന്നത്. ഇപ്പോൾ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു സിലിക്കോൺ ടിപ്പാണ്. നമുക്കത് മാറ്റിയിട്ട് സ്പോഞ്ച് ടിപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഹെഡ്ഫോൺസിൻ്റെ സ്റ്റെമ്മിൻ്റെ താഴെയാണ് ഇതിൻ്റെ ചാർജിങ് ടെർമിനൽസ് വരുന്നത്. ഇനി നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 2 സ്പോട്ട് ഇയർ ഹുക്സ് ഉണ്ട്. അതായത് നമുക്ക് ഓടുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഹെഡ്ഫോൺസ് ചെവിയിൽ നിന്ന് ഊരിപ്പോകാതിരിക്കാനായിട്ട് ഈ റബ്ബർ ഹുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മൈക്രോ USB to USB-A കേബിളാണ് വന്നിരിക്കുന്നത് ചാർജിങ്ങിന് വേണ്ടി. പിന്നെ ഇതിൽ സെപ്പറേറ്റ് ഇയർ ടിപ്സ് വന്നിട്ടുണ്ട്. ഇത്രയും പെയർ ഓഫ് ഇയർ ടിപ്സാണ് ഇതിൽ നൽകിയേക്കുന്നത്. ഇത് സാധാരണ സിലിക്കോൺ ഇയർ ടിപ്സ് ആണ്. ഇത് കൂടാതെ ഒരു സ്പോഞ്ച് ടൈപ്പ് ഇയർ ടിപ്സും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് നല്ലൊരു സ്പോഞ്ച് ഫിനിഷാണിത്. വേറെ എന്താണുള്ളതെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ബ്ലൂടൂത്ത് ഓഫ് പെർഫെക്ഷൻ, ഇത് വാറണ്ടി രജിസ്ട്രേഷൻ കാർഡാണ്. പിന്നെ ഇതുകൂടാതെ ഇതിലൊരു ഇൻസ്ട്രക്ഷൻ മാനുവലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. എങ്ങനെയാണ് ഇത് ഓൺ ഓഫ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എല്ലാ കൺട്രോൾസും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നൽകിയേക്കുന്നത്. ഇവിടെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് സെപ്പറേറ്റ് ആയിട്ട് നൽകിയേക്കുന്നു, കോളിങ്ങിൻ്റെ കൺട്രോൾസും സെപ്പറേറ്റ് ആയിട്ട് നൽകിയേക്കുന്നു. പിന്നെ മോൾ നോക്കുകയാണെങ്കിൽ പെയറിങ് എങ്ങനെയാണെന്നാണ് എഴുതിയേക്കുന്നത്.
ഇതിൽ മൈക്രോ USB ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. പിന്നെ എങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യാം, എങ്ങനെ പെയറിംഗ് മോഡിൽ കയറാം, ഓൺ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകിയേക്കുന്നു. പിന്നെ ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെവിയിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇയർ ഹുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും നൽകിയേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇനി ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂ പാർട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫിറ്റിനെ പറ്റി പറയാം. ഇതിൽ 3 സിലിക്കോൺ ടിപ്സാണ് വന്നത്, സ്മോൾ, മീഡിയം, ലാർജ്. പിന്നെ ഇത് കൂടാതെ ഒരു മെമ്മറി ഫോം ഇയർബഡും തന്നിട്ടുണ്ടായിരുന്നു. സിലിക്കോൺ ടിപ്സ് വെച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ചെവിയിൽ നിന്ന് ഊരിപ്പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ മെമ്മറി ഫോം യൂസ് ചെയ്തു, പക്ഷേ അത് നല്ല കിട്ടിലാണ് കേട്ടോ. മെമ്മറി ഫോം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തുള്ള നോയ്സിൽ നിന്ന് നമ്മുടെ ചെവിയെ സീൽ ചെയ്യും, അതായത് വെളിയിൽ നിന്നുള്ള നോയ്സ് ഒന്നും കയറത്തില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ ഇത് വെക്കുന്നതിനൊരു പ്രോസസ്സുണ്ട്. നമ്മൾ ഈ ഇയർബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വേണം നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഊരി ചെവിയും താഴെ പോകും. പക്ഷേ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ തിരിച്ചൊന്ന് പ്രോപ്പറായിട്ട് ചെവിക്കുള്ളിലേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പോർട്സ് ഇയർ ഹുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല, കാരണം എനിക്ക് ഈ ഒരു മെമ്മറി ഫോം ഉപയോഗിച്ചപ്പോഴത്തേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇത് ലോങ് ടൈം യൂസിലും കാര്യങ്ങൾക്കെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്. എനിക്കിതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം, അതായത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിലെല്ലാം വെൽ ട്യൂൺഡ് ആയിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിലെ ലോസും മിഡ്സും ഹൈസും എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കേൾക്കുന്നത്. പിന്നെ ബേസ് ലെവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി അല്ല, പക്ഷേ എന്നാൽ പോലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബേസ് ഈ പ്രോഡക്റ്റിൽ നിന്ന് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. നോയ്സ് ഐസൊലേഷനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോഴത്തേക്ക് ആ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള നോയ്സ് ഒക്കെ കയറി വരുന്നത് വളരെയധികം കുറവാണ്. അതായത് നമുക്ക് നല്ല ഒരു മ്യൂസിക് ഫീല് നമുക്ക് എൻജോയ് ചെയ്യാൻ ഈ പ്രോഡക്റ്റ് വെച്ച് സാധിക്കും. പിന്നെ ഇതിൽ തന്നെ ഡ്യുവൽ മൈക്രോഫോൺസ് ഉണ്ട് കേട്ടോ. ഒരു ഹെഡ്ഫോണിൽ തന്നെ 2 മൈക്രോഫോൺ ഉണ്ട്. അപ്പോൾ അത് നോയ്സ് ക്യാൻസലേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വൃത്തിയുള്ള കോൾ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ വിളിക്കുമ്പോൾ എതിരെ സംസാരിക്കുന്ന ആൾക്ക് നമ്മുടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസിൽ അങ്ങനെ ഓഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതൊരു നല്ല ഡീസൻറ്റ് ജോലി തന്നെ ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ Bluetooth 5 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആപ്റ്റിക്സ് കോഡെക് സപ്പോർട്ടാണ് ഇതിലുള്ളത്. അതായത് നല്ല കണക്ടിവിറ്റിയാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല ആപ്പുകൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലാഗോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ലേറ്റൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് നല്ലൊരു ഓവറോൾ ഫീല് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയാം. ഞാനൊരു ഹെവി യൂസറൊന്നുമല്ല, ഞാനിത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് യൂസർ എന്ന നിലയ്ക്ക് എനിക്കൊരു 6-7 ദിവസമൊക്കെ വരെ ഇത് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് സൂപ്പറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓവറോൾ ബാക്കപ്പ് എന്ന് പറയുന്നത് 36 hours ആണ്, അതായത് ഈ കവറും കൂടെ യൂസ് ചെയ്ത്. അപ്പോൾ അതേതായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ഈ പ്രോഡക്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് തന്നെയാണ്. വളരെ സെൻസിറ്റീവാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയമെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ചില ഹെഡ്സെറ്റുകളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പറായിട്ട് വർക്ക് ആകാറില്ല. പക്ഷേ ഇതിൽ നമ്മുടെ ടച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ട്രൂലി വയർലെസ് ഇയർബഡ്സ് റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇതിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരുവിധ പരിപാടിയും നടക്കത്തില്ല, അതുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നൊക്കെ എല്ലാ റിവ്യൂസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സിംഗിൾ ടാപ്പ് ചെയ്തിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കും. അതായത് റൈറ്റ് ബട്ടണിൽ സിംഗിൾ ടാപ്പ് ചെയ്താൽ ഒരു ലെവൽ വെച്ച് വോളിയം കൂടും, ലെഫ്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവൽ വെച്ച് കുറയും. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്ത് വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേതായാലും വളരെയധികം ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വയർലെസ് ചാർജിങ് പാഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഔട്ട്ഡോർ സിറ്റുവേഷൻ ആണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ചാർജ് തീർന്നു, നിങ്ങളുടെ കയ്യിൽ ചാർജർ ഇല്ല അല്ലെങ്കിൽ പവർ ബാങ്ക് ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ഈ കേസ് നിങ്ങൾക്ക് എളുപ്പം ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് IPX7 റെസിസ്റ്റൻ്റ് ആണെന്നുള്ളതാണ്. അതായത് സ്വെറ്റ് പ്രൂഫാണ്. നിങ്ങൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ വാട്ടർ സ്പ്ലാഷസ് ഒക്കെ ഏറ്റാൽ പോലും ഈ പ്രോഡക്റ്റിനൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ഒരു മികച്ചൊരു ഹൈലൈറ്റ് തന്നെയാണ്. ഇനി എനിക്ക് ഈ പ്രോഡക്റ്റിൽ തോന്നിയ കുറച്ച് പോരായ്മകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഹെഡ്ഫോൺസ് വെച്ച് കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ കട്ടിലൊക്കെ ചെരിയുമല്ലോ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ ടച്ച് ഇടയ്ക്ക് സെൻസിറ്റീവായിട്ട് കൺട്രോൾസ് അനങ്ങാറുണ്ട്. പിന്നെ ഇതിൽ തോന്നിയ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആയിട്ട് പോലും നമ്മൾ ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോ പോസ് ആകുന്നതോ അല്ലെങ്കിൽ തിരിച്ചു വെക്കുമ്പോൾ ഓട്ടോ പ്ലേ ആകുന്ന ഒരു ഫീച്ചർ ഇതിലില്ല.
അത് ചെറിയൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ വിയർ ഡിറ്റക്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തുകൊണ്ടും ഒരു കിടിലൻ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു. ആ ഒരു ഫീച്ചർ ഈ ഒരു പ്രൈസിങ് സെഗ്മെൻറ്റിൽ നമ്മൾ തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ മെമ്മറി ഫോം ഇയർ ടിപ്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചാർജിങ് കേസിൽ വെച്ചാൽ പോലും ഇതിൽ അമങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരം ഇതിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു മടങ്ങിയിരിക്കുന്ന അതായത് ഒരു ചുരുങ്ങിയിരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പം അത് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ചെവി വെക്കുമ്പോഴത്തേക്ക് അത് പിന്നെയും ഫിക്സായി വരും. എന്നാൽ നമ്മളതിങ്ങനെ എടുത്ത് നോക്കുമ്പം ഇത് ഒരുമാതിരി ഇങ്ങനെ ചതഞ്ഞിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ആദ്യം കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലെ തന്നെ ഇയർ ടിപ്സ് ഉണ്ടല്ലോ, ഇയർ ഹുക്സ്, അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കേസുമായിട്ട് കൊണ്ടുകൊടുക്കുമ്പോൾ അത് ഇതേന്ന് അഴിച്ച് മാറ്റിയിട്ട് വേണം തിരിച്ചിത് ചാർജിങ് കേസിലേക്ക് ഇടാൻ. അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വന്നിരിക്കുന്നത്. Type C ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരുന്നു. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഈവൻ ബഡ്ജറ്റ് ഫോണുകൾ മുതൽ എല്ലാം Type C ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രീമിയം ഡിവൈസിന് അവർ തീർച്ചയായും Type C ചാർജിങ് കൊണ്ടുവരുന്നതായിരുന്നു നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഓവറോൾ ഒരു കിടിലൻ പ്രോഡക്റ്റ് ആയി തീർന്നേനെ. അപ്പോൾ ഇത്രയായിരുന്നു Blaupunkt BTW PRO എന്ന ഈ ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസിൻ്റെ റിവ്യൂ പാർട്ട്. യെസ്, അങ്ങനെ നമ്മൾ ദീപാവലിക്ക് ഇടുമെന്ന് പറഞ്ഞ വീഡിയോ അതേ ദിവസം തന്നെ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മലയാളം ടിക്കിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് ഗിവ് അവേയിലേക്ക് കടക്കാം. ഈ പ്രോഡക്റ്റ് ഗിവ് അവേ ആയിട്ട് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ പ്രോഡക്റ്റിലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക. വിന്നറിനെ നമ്മൾ തീർച്ചയായും റാൻഡമായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി പ്രൈസ് കൂടുതലാണ്, എന്നാൽ പോലും ആ ഒരു വിലയ്ക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ മലയാളം ടിക്കറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടിക്കറ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.